കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ക്ലീനിംഗ് തൊഴിലാളിയായ ഇയാൾ ഫറൂഖിലെ ഒരു പഴയ ഗോഡൌൺ വൃത്തിയാക്കാൻ പോയപ്പോഴാകാം വൈറസ് ബാധയുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു സമ്പർക്കം കുറച്ച് കൂടുതലുണ്ട്. അദ്ദേഹം മറ്റേ OP സെക്ഷനിലാണ് ആദ്യം പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് MRI സ്കാനിങ് നടത്തിയിട്ടുണ്ട്, എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പേഷ്യൻ്റ് അദ്ദേഹം ഒരു ഗോഡൗൺ വാടകയ്ക്കെടുത്ത് അദ്ദേഹം തന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരുപക്ഷെ വവ്വാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഒരിക്കൽ പനി വന്ന് മാറിയതാണ്. പക്ഷേ വീണ്ടും പനി വന്നു. അങ്ങനെയാണ് വീണ്ടും ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ 2-3 തവണ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഈ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സ്രവം അയച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് വരാൻ എപ്പോഴായിരിക്കും? അപ്പോഴാണല്ലോ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവും. ഇതൊരു പ്രാഥമിക സ്ഥിരീകരണം മാത്രമല്ലേ? ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാവും പൂനെ വൈറോളജി ലാബിൽ നിന്നുമുള്ള പരിശോധനാ ഫലം ലഭിക്കുക എന്നാണ് വ്യക്തമായിരിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ നടത്തുന്ന പരിശോധനയും അല്ലെങ്കിൽ ഈ ആശുപത്രികളിൽ നടത്തുന്ന പരിശോധനാ ഫലങ്ങളും തമ്മിൽ കാര്യമായ ഒരു അന്തരം വരാറില്ല. സമാനമായ രീതിയിലുള്ള പരിശോധനകൾ തന്നെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ നടത്തുക. ഇതിൽ ഒരു പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു നടപടി എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതിയെന്നാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത്. മുമ്പും സമാനമായ രീതിയിൽ തന്നെ നിപ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവായ കേസുകൾ പിന്നീട് പൂനെയിലെ ലാബിലും പോസിറ്റീവായ ചരിത്രം തന്നെയാണ്. വലിയ മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല താനും. എന്തായാലും നിപ സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ തന്നെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഈ രോഗിക്ക് നൽകുന്ന ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇയാളുടെ സമ്പർക്ക പട്ടിക ഇച്ചിരി വിപുലമാണ്. 43 വയസ്സുള്ള ആളാണ്. ഫറൂഖ് കോളേജിന് അടുത്തുള്ള ഒരു പഴയ ഗോഡൗൺ വൃത്തിയാക്കിയപ്പോഴാവും അദ്ദേഹത്തിന് ഈ വവ്വാലുകളിൽ നിന്നും ഈ രോഗം പകർന്നത് എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ 1-2 ആഴ്ചയായി അദ്ദേഹത്തിന് ഈ ഇടവിട്ട പനിയും ഛർദിലും പോലെയുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ചെറിയ സ്വകാര്യ ആശുപത്രികളിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പോയിരുന്നു, ഫറൂഖിലെയും ഒപ്പം മാങ്കാവിലെയും. അതിനുശേഷവും പനി മാറാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കുറച്ചുകൂടി വലിയ ആശുപത്രിയായ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായപ്പോൾ പ്രാഥമികമായി സംശയം തോന്നുകയും പിന്നീട് പരിശോധന നടത്തുകയുമായിരുന്നു. അപ്പോഴാണ് നിപ രോഗബാധിതനാണ് ഇദ്ദേഹമെന്നും കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായിരുന്നു. ഈ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം ഐസൊലേഷൻ വിഭാഗത്തിലാണ്. അവിടെ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തി പോകുന്നത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കർശനമായ നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പേ വാർഡിനോട് ചേർന്ന് അല്ലെങ്കിൽ ഐസൊലേഷൻ വാർഡിനോട് ചേർന്ന് ആളുകളെ അതുവഴി കടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ ഒന്നും അനുവദിക്കില്ല. PP കിറ്റുകൾ ധരിച്ച ജീവനക്കാർ മാത്രമാണ് അവിടെ ഡ്യൂട്ടി നോക്കുന്നത്. ഒപ്പം ഈ 2-3 ആശുപത്രികളിൽ, അതായത് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പോയ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പരിചരിച്ച ജീവനക്കാർ ഇതിനകം ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. മറ്റ് അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനുള്ള ഒരു നീക്കങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക്, മക്കളടക്കമുള്ളവർക്ക് ഈ ഇദ്ദേഹവുമായി സമ്പർക്കം വരാൻ സ്വാഭാവികമായി തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ പോയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ കുടുംബം കൃത്യമായൊരു നിരീക്ഷണത്തിന് കീഴിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം നേരത്തെ 2-3 വട്ടം
ഈ നിപ്പയുടെ ഒരു കെടുതി അല്ലെങ്കിൽ നിപ്പ വന്നതിനെ തുടർന്നുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചവരാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ. അവർക്കൊരു ആരോഗ്യ പ്രവർത്തകയെ പോലും, ലിനി എന്ന ആരോഗ്യ പ്രവർത്തകയെ പോലും ഈ നിപ്പ രോഗബാധയിലൂടെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം പോലും ഉണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട പാഠങ്ങളിലൂടെയാണ് ഇത്തവണ ആദ്യഘട്ടം മുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ ചികിത്സാ നടപടികളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ രോഗിയുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമാണ്. തിരക്കിട്ട അവലോകന യോഗങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കും. ഒപ്പം ജനപ്രതിനിധികളെ മറ്റുമൊക്കെ വിളിച്ചു ചേർത്ത് കോഴിക്കോട് കളക്ട്രേറ്റിലും അല്പസമയം കഴിയുമ്പോൾ യോഗം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒറ്റക്കെട്ടായി ഈ രോഗത്തെ വീണ്ടും ചെറുത്ത് തോൽപ്പിച്ച് വിജയിക്കൊടി പാറിക്കാം എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പിന് ഉള്ളത്. ഇതിനു മുമ്പും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായതാണ്. അപ്പോഴൊക്കെ ആരോഗ്യവകുപ്പിന് ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. നിപ്പയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോകുന്നത്. അതും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.